പി ജയചന്ദ്രന്റെ മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹം വീട്ടിൽ കുഴഞ്ഞു വീണ് തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണം സംഭവിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ വരെ അമല ആശുപത്രിയിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മൃതദേഹം. ഇവിടെ 2 മണിക്കൂറോളം സമയമാണ് ഇവിടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അന്തിമോപചാരം അർപ്പിക്കാനായി മൃതദേഹം ഉണ്ടാവുക. അതിനുശേഷം പൊതുദർശനത്തിനായി മൃതദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അർബുദ രോഗബാധയെ തുടർന്ന് അദ്ദേഹം ദീർഘനാളായി ചികിത്സയിലായിരുന്നു. സംഗീത രംഗത്തു നിന്നൊക്കെ അദ്ദേഹം ഒരു ഇടവേളയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലായ സമയത്ത് അദ്ദേഹം മരിച്ചു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നു. പക്ഷേ അതിനൊക്കെ ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. ഞാൻ മരിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയും തുടർന്നും അദ്ദേഹം ഒരു ഗുരുവായൂരപ്പ ഭക്തിഗാനം പാടുകയും ചില പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു വലിയ ഫൈറ്ററായിരുന്നു. ആ ഫൈറ്റ് അദ്ദേഹം അവസാന നിമിഷം വരെ കൊണ്ടുപോയി. അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് അദ്ദേഹം വിടവാങ്ങുന്നത്. 80-ാം വയസ്സിൽ ഇന്ന് അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ മലയാള സിനിമ പിന്നണി ഗാനരംഗത്തെ ദ്വയമായി കണക്കാക്കുന്ന KJ യേശുദാസിൻ്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം എപ്പോഴും നമ്മൾ ചേർത്ത് പറഞ്ഞിരുന്ന പി ജയചന്ദ്രൻ വിടവാങ്ങുക കൂടിയാണ് ഇന്നത്തെ ദിവസം. തൃശ്ശൂർ ഏറെ വർഷങ്ങൾക്ക് ശേഷം 1/4 നൂറ്റാണ്ടിന് ശേഷം കലാകിരീടം തൃശ്ശൂരിലേക്ക് എത്തിച്ചത് ഇന്നലെയാണ്. മിനിയാന്ന് സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടവുമായി തൃശ്ശൂർ ടീം മടങ്ങിയെത്തിയ ദിവസമാണ് ഇന്നലെ. ആ കലോത്സവത്തിൻ്റെ സൃഷ്ടികളാണ് പി ജയചന്ദ്രനും KJ യേശുദാസും. അങ്ങനെ ഒരു ദിവസം തന്നെ ആ കലാകിരീടം തൃശ്ശൂരിലെത്തിച്ച ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചതും യാദൃച്ഛികതയാകാം. ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയാണ്. ഇവിടെ വീട്ടിൽ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ളവർക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. അതിനുശേഷമായിരിക്കും പൊതുദർശനത്തിനായി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഡാനി തുടരുന്നുണ്ട്. ഡാനി, വീട്ടിൽ വലിയൊരു തിരക്കുണ്ടോ, എങ്ങനെയാണ്? അതോ ഇവിടെ ഏറ്റവും അടുപ്പമുള്ളവർക്ക് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യത്തിന് ശേഷം വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്പസമയം മുൻപാണ് ഇവിടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇവിടെ നിരവധി പേർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി പി ശശീന്ദ്രൻ അടക്കമുള്ളവരുടെയൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ ഇവിടെ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ ഒരു വലിയ ആൾക്കൂട്ടമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പേരുടെയൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. മറ്റ് ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുവാനുള്ളൊരു ശ്രമത്തിലാണ്. അതിനുശേഷം ഏതാണ്ട് 2 മണിക്കൂറെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവിടെയുള്ളത്. കാരണം നിരവധി പേർ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് തന്നെ നേരത്തെ തന്നെ ഇവിടെ, കാരണം ഇവിടെ 8 മണിക്ക് മൃതദേഹം എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി വരുന്നു. അതിനുശേഷം ഏതാണ്ട് 2 മണിക്കൂർ ഇവിടെ പൂർണ്ണമായും തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലേക്ക് ഭൗതിക ശരീരം മാറ്റുക. ഇപ്പോൾ വീടിനകത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. ഒട്ടനവധി പേർ ഇവിടെ കാത്തു നിൽക്കുന്നു. ഇവിടെ ഇങ്ങോട്ടുള്ള വഴിയിലും പരിസരങ്ങളിലുമെല്ലാമായിട്ട് പരിസരവാസികൾ തന്നെ സമീപ പ്രദേശങ്ങളിലെ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട നൽകിക്കൊണ്ട് അദ്ദേഹത്തെ യാത്രയക്കുക, അതിനുവേണ്ടി വളരെ ആദരവോടെ കാത്തു നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് തന്നെയാണ് ഈ തൃശ്ശൂരിന്റെ ഒരു നടന്നു വരുമ്പോൾ എല്ലാം തന്നെ കാണുന്ന വികാരവും അത് തന്നെയാണ്. എല്ലാവരും തന്നെ സങ്കടം നേരിടുന്നുണ്ട്. അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ
പാട്ടുകൾ എല്ലാവരും ഓർമ്മകളായിട്ട് പങ്കുവയ്ക്കുന്നത്, അങ്ങനെ പാടാനുമായി ഒരുപാട് ഈണങ്ങളും സംഭാഷണങ്ങളും എല്ലാം തന്നെ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോവുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭൗതിക ശരീര സഹോദരത്തിലേക്ക് ഭൗതിക ശരീരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് അദ്ദേഹം യാത്ര പറയുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നു എന്നതാണ്. ഏതാണ്ട് 2 മണിക്കൂറിലധികം ഇവിടെ ഉണ്ടാകും. ഇവിടെയാണ് ഭൗതിക ശരീരം ഉണ്ടാകുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും റീജിയണൽ തിയേറ്റർ ഹാളിലേക്ക് കൊണ്ടുപോകുക. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് പൂർത്തിയാകുന്നു. ഇന്ന് ഒരു ദിവസം മുഴുവനായും തന്നെയും ഇവിടെ തൃശ്ശൂരിൽ ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ കഴിയും വിധമാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് റീജിയണൽ തിയേറ്ററിലേക്ക് കൊണ്ടുപോയാലും പിന്നീട് വൈകിട്ടോടുകൂടി നിലവിൽ ഉച്ചയ്ക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ സമയം നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് റീജിയണൽ തിയേറ്ററിലെ പൊതുദർശനം എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടെ പോകുന്നത് ഈ വസതിയിലേക്ക് തന്നെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരും. നാളെ രാവിലെ 8 ഇവിടെ നിന്ന് സംസ്കാരം നടക്കുന്ന അദ്ദേഹത്തിന്റെ തറവാട് വീട് എന്ന് പറയുന്നത് പാലിയത്താണ്. പാലിയത്ത് എന്ന് പറയുമ്പോൾ എറണാകുളം പറവൂർ ചേന്ദമംഗലത്താണ് പാലിയം തറവാട്. അവിടേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ 8 മണി വരെ വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും തന്നെയും അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുക. തൃശ്ശൂരിന് മുഴുവനായും തന്നെയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ട രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നതെന്നാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം കൈമാറുമെന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ കൂടിയും 9 മണിക്കാണ് അത് സാധ്യമായത്. 9 മണിക്കാണ് മകനും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും ഇവിടേക്ക് മോർച്ചറിയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ സുനിൽകുമാർ, ജയരാജ് വാരൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അവിടേക്ക് എത്തിയിരുന്നു. അവർ സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങുന്നത്, പിന്നീട് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ പരിസരത്ത് പൊങ്ങുന്നത്തെ ഈ വസതിയിൽ മുഴുവനായും തന്നെ ഈ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിന് അർഹിച്ചൊരു വിടവാങ്ങൽ എന്ന രീതിയിൽ തന്നെയാണ് നഗരം തൃശ്ശൂർ അത് കാണുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ളൊരു നിര അത് കൂടി വരുന്നു എന്നതാണ്. വളരെ ആളുകൾ ഇവിടേക്ക് വരുന്നു. അവരെല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നു. വീട്ടിൽ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വീടിനകത്തേക്ക് അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നു. തുടർന്ന് ഒരു ക്രമീകരണം അത് പൂർണ്ണമാക്കിയതിനു ശേഷമായിരിക്കും എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുക. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അത് ഒരുക്കങ്ങൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം എല്ലാവർക്കും അദ്ദേഹത്തെ അവസാനം നോക്കി കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് അടക്കം എത്തുകയും ചെയ്യും. 2 മണിക്കൂറോളം ഇവിടെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും റീജിയണൽ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് പി ജയചന്ദ്രൻ്റെ മൃതദേഹം. വളരെ നേരമായി രാവിലെ 8 മണിയോടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം വലിയൊരു ആൾക്കൂട്ടം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ 2 മണിക്കൂറോളം സമയമായിരിക്കും ഇവിടെ പി ജയചന്ദ്രൻ്റെ മൃതദേഹം ഉണ്ടാവുക. അതിനുശേഷം സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ തൃശ്ശൂരിലാണ് പി ജയചന്ദ്രൻ്റെ ഭൗതിക ശരീരം ഉണ്ടാവുക. നാളെയാണ് സംസ്കാരം. പറവൂർ ചേന്നമംഗലത്തെ പാലിയത്തെ തറവാട്ട് വളപ്പിലായിരിക്കും നാളെ ഉച്ച കഴിഞ്ഞ് സംസ്കാരം നടക്കുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് തൃശ്ശൂരിൻ്റെ മുഖമായ ഒരുപാട് പേരെ കാണാം. അങ്ങനെ അവർക്കൊപ്പം തൃശ്ശൂരിൻ്റെ മുഖമായി എന്നും നിറഞ്ഞു നിന്ന ഒരാളാണ് പി ജയചന്ദ്രൻ. അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ജയരാജ് വാര്യർ, VS സുനിൽകുമാർ തുടങ്ങിയവരെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ